അതിനുശേഷം നമ്മുടെ മനു ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് കയറുന്നു. ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ചിരിയോടെ നമ്മുടെ ബാലേന്ദ്രൻ പുള്ളിനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ ഒന്ന് നീ വന്നോ എന്നുള്ള രീതിയിൽ അവർ ഒന്ന് രണ്ട് മൂന്ന് കുശലമൊക്കെ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്കിന്ന് വർക്കില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മനു പറയാണ് എനിക്കിന്ന് നൈറ്റാണ്. അപ്പം അന്നേരം ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നിനക്ക് നൈറ്റ് ആയപ്പോൾ നീ എപ്പോൾ ഉറങ്ങൂടാ, അപ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും കയറി കിടന്ന് ഉറങ്ങിക്കൂടെ. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ഡെയിലി റുട്ടീനൊക്കെ പറയാണ്. അപ്പോൾ അന്നേരം നമ്മുടെ ബാലേന്ദ്രനോട് നമ്മുടെ മനു ചോദിക്കുകയാണ്, അങ്കിൾ ഇതുപോലൊക്കെ ചെറുപ്പത്തിൽ യങ്ങായിട്ടിരുന്ന സമയത്ത് ഇങ്ങനത്തെ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നിങ്ങനെ ചോദിക്കും. പുള്ളി പറയണം, എടാ എൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മെൻറ്റൽ ഫിസിക്കൽ ഹെൽത്തൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു, അതുപോലെയാണോ നീ വാടി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളി കാര്യത്തിലോട്ട് കിടക്കുകയാണ്. അങ്കിൾ സുഖമാണോ, അങ്കിൾ എങ്ങനെയുണ്ട്, എന്തുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അങ്കിളുടെ വിശേഷം അറിയാനായിട്ട് വന്നതാണ്. അപ്പം തിരിച്ച് അതിൻ്റെ കൗണ്ടർ ഡയലോഗായിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് വെച്ചാൽ, അപ്പോൾ ആൻറ്റിയുടെ വിശേഷം തിരക്കാൻ വന്നതല്ല എന്നല്ലേ നീ ഉദ്ദേശിച്ചത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയണേ, എത്രയായാലും നിങ്ങളെല്ലാവരും കൂടെ ഒരു കുടുംബക്കാരല്ലേ, കൈതക്കൽ മാളിക വീട്, നിങ്ങളെല്ലാവരും ഒരു ഒറ്റക്കെട്ടും ഞാനല്ലേടാ സ്ട്രേഞ്ചർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും മനുവിനെ അവിടെ ഇഷ്ടമായില്ല. മനു ചെന്നാന്ന് എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഇങ്ങനെ മുഖഭാവം കൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മനു പറയുകയാണ്, എൻ്റെ പൊന്നങ്കിൾ ആൻറ്റീനോട് തല്ലല്ലാതെ ബാക്കി എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്, എന്നിട്ട് അങ്കിൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ. അന്നേരം പറയണം, ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോഴത്തേക്കും ടോപ്പിക്ക് മാറ്റുന്ന നമ്മൾ മനു ചോദിക്കുകയാണ്, എന്നെ വിളിച്ചായിരുന്നു എന്നിങ്ങനെ വയ്ക്കുമ്പോഴത്തേനും അവൾ പറയണം, അവൾ വിളിച്ചായിരുന്നു, അവളെന്നെ വിളിച്ചു എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ എന്നാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, എന്നിട്ട് എല്ലാം ശരിയാവുന്ന ഒരു ആശ്വാസവാക്കൊക്കെ തന്നിട്ട് ഇങ്ങനെ പറയാണ്, അലീന പറയുന്ന കാര്യം കേട്ടാൽ തോന്നും എല്ലാ കാര്യവും പഴയ പോലെ ആവും, എല്ലാ കാര്യം ശരിയാവും, നമുക്ക് വല്ലാത്തൊരു ഹോപ്പും പ്രതീക്ഷയൊക്കെ നമുക്ക് തോന്നും അവളിങ്ങനെ സംസാരിക്കുമ്പോഴൊന്നും. എന്നിട്ട് ബാലേന്ദ്രൻ പറയണം, അതൊക്കെ നടക്കുമോ, നടക്കും തോന്നണില്ല. അപ്പോൾ നമ്മുടെ മനു കയറി പറയുകയാണ്, അവൾക്കൊരു പ്രതീക്ഷയുണ്ട് എല്ലാം ശരിയാവും, തെറ്റുപോയി പലതും ശരിയാവുന്നു, എന്തോ വലിയൊരു കാര്യം നടക്കുന്നു, അവൾക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പം അവളിങ്ങനെ പറയുന്നേക്കാം എനിക്കും തോന്നിപ്പോകും എന്തെങ്കിലും ഒരു മിറക്കിൾ ലൈഫിൽ വന്നിട്ട് എല്ലാം വീണ്ടും ശരിയാക്കും, പഴയതുപോലെ ആകുമെന്ന്. ഇവിടെ വന്ന് ആൻറ്റീനെ കണ്ട് സംസാരിക്കുമ്പോഴത്തേന് സകല പ്രതീക്ഷകളും പോയിട്ട് എല്ലാം ആകെ മൊത്തം നെഗറ്റിവിറ്റി ആവും എന്ന് പറയും. അത് തന്നെയല്ലേടാ ഞാനും പറഞ്ഞത്, ഈ വീടിൻ്റെ ഒത്ത നടുക്കായിട്ടൊരു ഇവിൽ സ്പിരിറ്റ് ഉണ്ട്, അത് ഫുള്ള് നെഗറ്റിവിറ്റി തരുന്നത്, അല്ലെങ്കിൽ എല്ലാ പ്രതീക്ഷകളും എല്ലാ വെളിച്ചവും ഇരുട്ടിലാക്കുന്ന രീതിയിലൊരു രീതിയാണ് അതിൻ്റെത്. അതേ അങ്കിളിൽ നിന്ന് ശരി വെച്ചുകൊണ്ട് നമ്മുടെ മനു പറയാണ്, മുമ്പേ സംസാരിച്ചു ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ള കാര്യം പറഞ്ഞില്ല, നമ്മളെയും കൂടി വല്ലാണ്ട് നെഗറ്റീവ് ആക്കുന്ന ഒരു രീതിയിലാണ് എന്നൊക്കെ ഇങ്ങനെ മനു പറയാണ്. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ അവൻ്റെ തോളത്തോട്ട് കയറ്റിട്ട് പറയാണ്, ശരിക്കും എനിക്ക് മടുത്തടാ, ആ ജീവൻ തന്നെ മടുത്തു, കാരണം ഒരാഗ്രഹം സാധിക്കാത്തൊരു മനുഷ്യൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ മനു പറയാണ്, അങ്ങനെയല്ലല്ലോ മക്കളില്ലേ, അവരെ ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കണ്ടേ, അതാണല്ലോ എല്ലാ പേരൻസിൻ്റെയും ഒരു ആഗ്രഹം, അതിനുവേണ്ടി അവർക്ക് വേണ്ടി ജീവിക്കേണ്ടതെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ആ ഒരു ടൈമിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയണേ, അച്ഛൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കല്ലൊന്നും കുത്തിച്ചൊരു സാധനമല്ല, ഒരു പച്ചയായ മനുഷ്യനാണ്, എല്ലാ വികാരങ്ങളും എല്ലാ വിഷമങ്ങളും ഉള്ള ഒരു ഹൃദയ മനസ്സുള്ള ഒരു മനുഷ്യനാണ്. അപ്പം പുള്ളിക്കൊന്നും താങ്ങാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ തന്നെ വേണ്ടാന്ന് തോന്നും, നമ്മുടെ തന്നെ ജീവിതം വേണ്ടാന്ന് തോന്നും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളതിനോടൊന്നും നമുക്ക് ആ ഒരു അത്തരത്തിലുള്ള അഫെക്ഷനോ കമ്മിറ്റ്മെൻറ്റോ തോന്നത്തില്ല. ഇങ്ങനെയൊക്കെ ബാലേന്ദ്രൻ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കുമ്പം ബാലേന്ദ്രൻ ഫീൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒബ്വിയസ്ലി പിന്നെ നമ്മുടെ മനു ഇത് കേൾക്കുമ്പോഴത്തേക്കും ഒരു വിഷമം വരുന്നുണ്ട്. അപ്പോൾ പുള്ളി പറയണം, അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാണ്ട് വിഷമം വരുന്നു അങ്കിളേ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാലേന്ദ്രൻ പറയുകയാണ്, ആഗ്രഹം ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കൊരു ആഗ്രഹം ബാക്കി നിൽപ്പുണ്ട്, എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്, അത് ഞാൻ പൊട്ടിക്കും, അത് പൊട്ടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ആകെ ഇങ്ങനെ ഒരു മാതിരിയായിട്ട് ചോദിക്കുകയാണ്, അങ്കിൾ എങ്ങോട്ടാണ് പോകണേ, എങ്ങോട്ട് പോകുന്ന ആരും അങ്കിളി പറയുന്നത് എന്ന് പറയുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറയുകയാണ്, എനിക്ക് പോകണം, ആരും ഇല്ലാത്തവന് എങ്ങോട്ടാ പോകാൻ സ്ഥലമില്ലാത്ത എങ്ങോട്ടെങ്കിലും പോകാമല്ലോ, ആ ഒരു പോക്കെന്ന് പറയുന്നത് ഒരു അവസാനത്തെ അല്ലെങ്കിൽ ഒരു ഒരു നിൽക്കാത്ത പോക്കായിരിക്കണം, അങ്ങോട്ട് പോകണം എന്നൊക്കെ പുള്ളി പറയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമ്മുടെ മനുവിന് വിഷമം വരെ മനു പറയുകയാണ്, ഇങ്ങോട്ടേക്ക് വരുമ്പം അങ്കിളിനെ കാണുക, അങ്കിളിനെ കണ്ട് എന്തെങ്കിലും സന്തോഷ വർത്താനോ അല്ലെങ്കിൽ നല്ല വാക്ക് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നെ അലീന വിളിച്ച് പറഞ്ഞതും ഞാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ആരും ഇല്ല എന്നൊരു തോന്നൽ അങ്കിളിന് തോന്നരുത്, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് മനുവേട്ടൻ ചെന്നിട്ട് എല്ലാ വിശേഷങ്ങളും തിരക്കണം, പറയണം, ഉണ്ടാവണം, കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്കാരൻ പറയുകയാണ്, അപ്പോൾ അവിടെ ഒരു സ്റ്റാൻലി എന്ന് പറഞ്ഞൊരു അപ്പനെ കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടുത്തെ അച്ഛനെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ടൊന്നുമില്ല, അവൾക്ക് അങ്കിളിനെ അത്രയ്ക്കും കരുതലുണ്ട്, സ്വന്തം പപ്പയെ കിട്ടിയെങ്കിൽ പോലും അവൾ അച്ഛൻ എന്നൊരു സ്ഥാനം അങ്കിളിന് നൽകിയപ്പം അതൊരു വലിയ സ്ഥാനമായിരുന്നു. അപ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളി ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ ഇങ്ങനെ കയറി പറയണം, നമുക്ക് ഒരുപാട് സംസാരിക്കേണ്ട മനു, അപ്പോൾ നമുക്ക് പോകാം, ഞാൻ ഷോപ്പിലേക്ക് പോവാണ്, നീ വരുന്നുണ്ടെങ്കിൽ നിന്നെയും കൂടെ ഡ്രോപ്പ് ചെയ്തേക്കാം. ഞാൻ മാത്രമായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനു പറയണം. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം നേരെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി പപ്പയുടെ വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം വീട്ടിലായിട്ട് പോകാനായിട്ട് ഇങ്ങനെ എന്താ പറയുക റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഔതുക്കുട്ടിച്ചൻ. ഞാൻ പോവുകയാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കിന് അപ്പം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അത് ഇന്നലെ ഒന്നും പറഞ്ഞില്ലല്ലോ. അന്നേരം പറയുകയാണ്, ഞാൻ വന്ന ദിവസം തന്നെ പോകാനിരുന്നില്ലടാ, എന്നിട്ട് കുറേ ദിവസമൊക്കെ തങ്ങിയില്ലേ, അവിടെ എല്ലാവരും വിളിക്കുന്നു, റാണിമോള് വിളിക്കുന്നുണ്ട്, അപ്പം പുള്ളിക്കാരി തന്നെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നം, അവൾ വൈലൻ്റ് ആകും എന്ന് ആൻസി പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി ഡീറ്റോട്ട് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ അലീനയും കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് പുള്ളി പറയുകയാണ്, ഇല്ല നിന്നോട് ചോദിക്കാൻ പറയാൻ ചെയ്താൽ ഞാൻ അങ്ങനെ കൊണ്ടുപോകും. അപ്പം നമ്മുടെ സ്റ്റാൻലിയും പറയുകയാണ്, അപ്പച്ചന് അവളെ കൊണ്ടുപോയിട്ട് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നി, എടാ എനിക്കത് പിന്നെ കാണാതിരിക്കുന്നുണ്ട്, ആദ്യം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവരോടൊന്ന് വിശദമായിട്ട് പറയട്ടെ, എന്നിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് എന്നോട് ഒരു അംഗപ്പുറപ്പാടിനെ ഇറക്കി വിടാനല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞു, അതെന്നെ വർത്താനം നീ പറഞ്ഞത്, ഞാൻ പോകുന്ന അതിനൊന്നുമല്ല, അവരോട് ഇതൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് മയപ്പെടുത്തട്ടെ അതിന് വേണ്ടിയിട്ടാണെന്ന്. എന്നിട്ട് എന്നെ പറയുന്നത്, റോബിച്ചാണെങ്കിൽ എന്നെ എന്നും വിളി, അവൻ എന്തിനാണ് വിളിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പം നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ചെയ്യാൻ അവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അറിഞ്ഞിട്ട് പോകാൻ പറ. അന്നേരം നമ്മുടെ സ്റ്റാലിൻ പറയണം, അപ്പച്ചൻ പോകാൻ നേരത്ത് അപ്പച്ചൻ അലീനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കുട്ടിച്ചാൻ പറയുമ്പോഴത്തേക്കിന് ഉടനെ നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുകയാണ്, പറഞ്ഞിട്ടുണ്ടാവും എന്നോട് ഇന്നത്തെ വിധത്തിലെല്ലാം യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അന്നേരം പറയണം, എടാ ഞാൻ അങ്ങനെ പറയും, അവളോട് നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഈ പുള്ളി പറയാണ്,
അവളോട് ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ജീവിക്കണം, അല്ലെങ്കിൽ പുള്ളി പറയുന്നതൊക്കെ കേട്ട് ആ ഒരു വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരാളായിട്ട് വേണം ജീവിക്കാൻ, അല്ലാതെ ചുമ്മാ ആർഗ്യുമെൻറ്റിന് വരരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം പറഞ്ഞു കൊടുക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയണം. അതായത് അയാളൊരു പട്ടാള ചിട്ടയാണ് അല്ലെങ്കിൽ ഒരു പട്ടാള ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ സെയിം കാര്യം നമ്മുടെ കുട്ടിച്ചാനോട് പറയുമ്പോൾ പുള്ളി പറയാണ്, എടാ നീ മിലിറ്ററിയിലായിരുന്നിരിക്കാം, പക്ഷേ അവൾ അങ്ങനെയല്ല, അവളൊരു മിലിറ്ററി ലൈഫല്ല ഇതുവരെ ലീഡ് ചെയ്തിരുന്നത്, ഒരു അനാഥാലയത്തിൽ നിന്നല്ലേ വന്നത് എന്നിങ്ങനെ പറഞ്ഞു. സ്റ്റാലിന് ഭയങ്കര ദൈവം എന്നിങ്ങനെ പറയുകയാണ്. അവൾ തന്നെ ഒരു 100 ആവർത്തി പറയുന്നുണ്ട്. പിന്നെ അപ്പച്ചനോട് അങ്ങനെ പറയാതെ പുള്ളിയും ചോദിക്കണേ, അവൾ പറയുന്നത് കുറ്റമാണ്, അവൾ പറഞ്ഞ സത്യമല്ല, അവൾ അവിടെ നിന്നല്ലേ വരുന്നത്, എന്നിട്ട് ഇങ്ങനെ പറയണേ, അവളെ പട്ടാളച്ചിട്ട് പഠിപ്പിക്കുന്നതാണോ നല്ലത്, അതോ അവൾ പറയുന്നതും കൂടെ കേൾക്കുന്നതാണോ കുറച്ചും കൂടെ നല്ലത്. വീണ്ടും പുള്ളി പറയുന്നതാണ്, എന്നെ ധിക്കരിക്കുന്ന ഒരാളെ, ധിക്കരിക്കുന്ന ഒരു മകളെ എനിക്ക് ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കുട്ടിച്ചാൻ, ഇവനെ കൊണ്ട് പറഞ്ഞിട്ട് മടുത്ത്, ഞാനേ പോവാം, ഞാൻ പോയിട്ട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളി പോകാനായിട്ട് റെഡി ആവുകയാണ്. നമ്മുടെ സ്റ്റാലിൻ ചോദിക്കുകയാണ്, വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേന് പുള്ളിയോട് ദേഷ്യപ്പെട്ട്, എന്നാ വർത്താനാടവേ താൻ പറയുന്നത്, ഞാൻ വരണ്ടായോ ഇങ്ങോട്ട്, പോയൊരു പോക്ക് ഇങ്ങോട്ട് പോയാൽ മതിയോ, സാധാ പോയി 3-4 മാസം കഴിഞ്ഞാലും മടക്കി വരവുള്ളൂ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റുമോ, ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ, ഒരു സിംഹക്കൂട്ടിലേക്ക് ഒരു ആട്ടിൻകുട്ടീനെ ഇട്ടതുപോലെ പോകാൻ പാടുണ്ടോ. അപ്പോഴേക്കും പുള്ളി ഇരിക്കണം, അലീനയാണോ ആട്ടിൻകുട്ടി, ബെസ്റ്റ്, അവളൊരു പുലിയാണ്, നീ കണ്ടില്ലേ എന്ന് പൗലോസിന് നേർക്ക് ഒരു പുലി ചീറ്റണ പോലെ ചെന്നതവൾ. എന്നിട്ട് പറയണേ, എടാ അവളൊരു കടൽത്തിന്നെ കിടക്കുന്ന ഒരു പിച്ചക്കാരൻ്റെ മകളല്ല, അവൾ കേണൽ ആൻലി ജോസഫിൻ്റെ മകളാണ്, ആ ഒരു ഇത് അവൾ കാണിക്കും. എന്നിട്ട് ഇങ്ങനെ പുള്ളി പറയാണ്, പൈസ എല്ലാം വേണമെങ്കിൽ എടുത്തു എന്ന് പറയണം. അപ്പം പുള്ളി പറയണം, പിന്നെ എനിക്കെന്താ നിൻ്റെ പൈസ, നിനക്കാണെങ്കിൽ ഞാൻ തരാം എന്ന് പറയുമ്പോഴത്തേന് ഈ സ്റ്റാലിയോസ് പറയണം, അഹങ്കാരത്തിന് ഒരു കുറവില്ല, അങ്ങനെ പറയണം, നിൻ്റെ അല്ലേ അപ്പൻ, പിന്നെ എങ്ങനെ കുറയുന്നേ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോവുകയാണ്. അടുത്ത സീനിൽ പിന്നെ കാണിക്കുന്നത് ഭയങ്കര ശ്രദ്ധയോടെ പുള്ളിനെ യാത്ര അയക്കുകയാണ് നമ്മുടെ അലീന. അപ്പോൾ അടുത്ത സീനിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയോടെ ഭയങ്കര കെയറോടെ നമ്മുടെ ഈ കുട്ടിച്ചായനെ ഇങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, പോകണോ, അന്നേരം പറയുകയാണ്, പോയിട്ട് ഞാൻ 2 ദിവസം കഴിയുമ്പോൾ വരാമെന്നേ. അന്നേരം പുള്ളിക്കാരി തരണം, എന്നാൽ പിന്നെ പോകണ്ട എന്ന് പറയും, ഇല്ല എനിക്ക് പോകണം, അവിടെ എന്നെ മക്കളും മക്കളുടെ വൈഫുമാരും എല്ലാം കൂടെ ഭയങ്കര വിളിയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ് അവളോട്, എന്തിനാ നിനക്ക് അറിയാമോ, നിന്നെപ്പറ്റി അറിയാൻ, അതിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അവൾ ചോദിച്ചു, അപ്പോൾ അപ്പച്ചൻ എന്നാ പറയും. അപ്പോൾ പുള്ളി പറയാണ്, ഞാൻ പറയും നീ ഒരു വലിയ യക്ഷിയാണെന്നും എല്ലാം നശിപ്പിക്കാനായിട്ട് വന്ന സാധനമാണ് നീ, അവളെ കാണുമ്പോൾ തന്നെ ലാലിച്ചൻ്റെ മുട്ടുകാലിൽ നിന്ന് വിറയ്ക്കും എന്നൊക്കെ പറയും. എന്നിട്ട് ഇത്രയും പറഞ്ഞ പോലെ മോളെ എന്ന് ചോദിക്കുന്നത്, മതി 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 ഇത്രയും പറഞ്ഞത് എല്ലാവരും ഒന്ന് ഞെട്ടട്ടെ എൻ്റെ കാര്യം കേൾക്കുമ്പോഴേ എന്നൊക്കെ പറയാം. ഇങ്ങനെ ചോദിക്കുകയാണ്, അപ്പച്ചൻ പോകണോ എന്നൊക്കെ ചോദിക്കുകയാണ്. പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം മോളെ, വലിയ ദൂരമൊന്നും അല്ലെങ്കിൽ പുല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം, ഒന്ന് പോയിട്ട് തന്നെ വേഗം വരാം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കൺസേൺ പറയണം, അതായത് അപ്പച്ചൻ അങ്ങ് പോയാൽ ഞാൻ ഒറ്റയ്ക്കാം, എനിക്ക് പിന്നെ ആരും ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ തോന്നുന്നു, അപ്പച്ചൻ അറിയാമല്ലോ ഞാനും കേണൽ തമ്മിൽ പിണക്കാണ്, പിന്നെ ഈ പറയുന്ന പോലെ കേണലിൻ്റെ ജോലിക്കാർക്കാണെങ്കിൽ എന്നോട്ട് കണ്ടും കൂടാ എന്നൊക്കെ പറയുകയാണ്. ഇങ്ങനെ പുള്ളി ഉപദേശിക്കുകയാണ്, മോളിൽ ഞാൻ തൽക്കാലം അവരോട് ആരോടും തല്ലുകൂടാനും വഴക്കുടിക്കാനൊന്നും പോകണ്ട, സമരം വിളിക്കാനും പോകണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അവൾ പറയുകയാണ്, ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ്, എന്നാൽ ഞാൻ പോകട്ടെ മോളെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ, എന്നിട്ട് ആ പുള്ളിക്കാരൻ ചോദിക്കുകയാണ്, അടുത്ത വട്ടം വരുമ്പം നമുക്ക് 2 പേർ കൂടി വേണം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ, നിനക്ക് നിൻ്റെ അപ്പൻ്റെ വീടൊക്കെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം പുള്ളിക്കാരത്തി പറയുകയാണ്, ഞാൻ ആദ്യം ഇവിടെ നിന്ന് വേറെ ഉറപ്പിക്കട്ടെ, എന്നിട്ടാവാൻ ബാക്കിയൊക്കെ, എന്നിട്ട് പുള്ളീനെ ഇങ്ങനെ ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് യാത്ര ആക്കി വിടുകയാണ്. അതോടെ ആ ഒരു ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു.